എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം. അത് ഉണ്ടാക്കിയാൽ സ്കിപ്പ് ചെയ്യാതെ അതേപോലെ തന്നെ കണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചമ്മന്തിയോ കറിയോ ഒന്നും വേണ്ട. അത് ഭയങ്കര ടേസ്റ്റോടുകൂടി ഏവർക്കും കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 5 സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ക്യാരറ്റ്, അതും പൊടി പൊടിയായിട്ട് അരിയണം. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അരിയുന്നത് പൊടി പൊടിയായിരിക്കണം, വലുതും ചെറുതും ആവരുത്. തക്കാളി 3 പൊടി പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ എരിവുള്ള മുളക് ഒരു 10 ഉണ്ട്, അതും പൊടി പൊടിയായിട്ട് അരിയണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ട് തൊണ്ടും കളഞ്ഞ് അതിനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു. ഇഞ്ചി കണ്ടോ, അതിനെയും പൊടി പൊടിയായിട്ട് അരിയണം. അത് കണ്ടോ, ഒരു കഷ്ണമാണ്, നല്ലൊരു കഷ്ണമാണ്. പിന്നെ ഒരു പിടി മല്ലിയില, അതും പൊടി പൊടിയായിട്ട് അരിയണം. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഞാനേ ഈ മാവുണ്ടാക്കിയത് എങ്ങനെയാണെന്നോ, ഉഴുന്നരയ്ക്കും പച്ചരി അരയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുക്കലരി വെള്ളത്തിലിട്ട് അരയ്ക്കുന്നതിന് പകരം പുഴുക്കലരിയുടെ ചോറ് ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് അരച്ചാൽ മതി. എല്ലാം ഒരു കറക്റ്റുണ്ട്. 4 ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഉഴുന്നേ പാടുള്ളൂ. അപ്പോൾ പുഴുക്കലരിയും പച്ചരിയും ഉഴുന്നും എടുത്ത് അരച്ചിട്ട് അധികം വെള്ളമാവാതെ ഇഡലിയുടെ മാവ് പോലെ ഇരിക്കണം. ഒരു 3/4 ടീസ്പൂണ് ഉപ്പ് പോരായെങ്കിൽ നമുക്കേ ഇളക്കിയിട്ടേ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നോക്കണം. ഉപ്പ് പോരായെങ്കിൽ ചേർക്കാം. ഇത് ഞാനേ 3 പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോഴാണ് മാവ് ആവശ്യത്തിന്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിക്കോ. അപ്പോൾ ഈ അരിഞ്ഞിരിക്കുന്നതെല്ലാം കുറച്ചുകൂടെ കൂടുതൽ വേണം. കാരണം എന്താണെന്നറിയാമോ, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് സവാള ഇടുവാണേ മാവിനകത്ത്, ക്യാരറ്റും ഇടുവാണേ, തക്കാളി അതും ഇട്ടു. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ്. പച്ചമുളക് കണ്ട, ഇഞ്ചി, വെളുത്തുള്ളി അതും ഇട്ടു, മല്ലിയില അതിനെ വിട്ടു. അപ്പം നന്നായിട്ട് ഇതുപോലെ ഇളക്കി പിടിപ്പിക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ കട്ടിയായിപ്പോയി എന്ന് തോന്നും. അപ്പം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് വീണ്ടും ഇളക്കണം. ഇതേണ്ടേ കണ്ട, ഇതുപോലെ ഇരിക്കണം. അധികം ലൂസും വേണ്ട, ഒരുപാട് കട്ടിയും വേണ്ട. എന്നിട്ട് ഇത് പരത്തുന്നതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഫ്രൈ പാൻ വെച്ചു, ചൂടായി. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടണം. വെളിച്ചെണ്ണയോ എണ്ണയോ ഇഷ്ടമുള്ളത് പുരട്ടുക. പിന്നെ ഹൈയിലിടരുത്, സിമ്മിലിടരുത്, മീഡിയത്തിലിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. വേണ്ടേ, നമ്മളിതിനെ ഒഴിക്കുവാണ്. ഒരു 1.5 സ്പൂൺ ഒഴിക്കാം, 1.5. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വട്ടത്തിൽ പരത്തരുത്. ഇങ്ങനെ പെതുക്കി എടുത്ത് വെക്കണം. കണ്ട, കാണിച്ചു തരാം കേട്ടോ, വെയിറ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിലൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ പുരട്ടിയിട്ട് ഇത് ഒഴിച്ച് പരത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് 4 വശവും ഒന്ന് ശരിയാക്കണം. കണ്ട, അത് കഴിഞ്ഞിട്ട് ഒരു കാര്യവും കൂടെ കാണിച്ചു തരാം. അപ്പം മുറിയാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഈ സൈഡിലേത് കണ്ടോ, ഇങ്ങനെ ഒരേപോലെ വെക്കണം കേട്ടോ. അപ്പം ഈ സൈഡിന് കട്ടി വരും, ഒത്തിരി അല്ലെങ്കിലും കട്ടി വരും. അവിടെ ഇവിടെ ആയാലേ പൊക്കാൻ പാട് വരും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെതുക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കണം. ഒരു 50% ആയതിന് ശേഷമേ പൊക്കാവൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. സിമ്മിലിടണം. അതുപോലെ 2 വശം ഇതുപോലെ മൊരിയണം. എന്നിട്ട് നമുക്ക് ഇതിനെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. കണ്ട, ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം തന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം.